ലഹരിക്കെതിരെ വായനയാണ് ലഹരി എന്ന സന്ദേശമുയർത്തി അക്ഷരായനം പുസ്തകവണ്ടിയുമായി തിരുവഴിയാട് ഗവൺമെന്റ് ഹൈസ്കൂൾ. ഒരു നല്ല പുസ്തകം നിശബ്ദമായി നമ്മെ പഠിപ്പിക്കുന്ന ഗുരുവാണെന്ന സന്ദേശവും പുസ്തകവണ്ടിക്കുണ്ട്. അവധിക്കാലത്ത് പുസ്തകങ്ങളുമായി കുട്ടികളുടെ വീടുകളിലേക്കാണ് അക്ഷരായനം പുസ്തകവണ്ടി എത്തിയത്. എക്സൈസ് ഇൻസ്പെക്ടർ കലാദാസ്, നെന്മാറ പോലീസ് സബ് ഇൻസ്പെക്ടർ മഹേഷ് എന്നിവർ ചേർന്ന് ഫ്ലാഗ് ഓഫ് ചെയ്തു. ഫുൾ ടൈം ഇങ്ങനെ ഒന്ന് വായിച്ച് അവരുടെ ഒരു പ്രസന്റ് ലൈഫിൽ അവരുണ്ടാവില്ല, അവർ വേറെ ഏതോ ലോകത്തായിരിക്കും. അങ്ങനെ ആവരുത്. പുസ്തകം ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. അതിൽ ആവശ്യമുള്ളത് മാത്രം എടുക്കുക, ആവശ്യമില്ലാത്തത് കളയുക. അങ്ങനെ തന്നെ നോക്കിയിട്ട് പുസ്തകം ചൂസ് ചെയ്യുക. ഇപ്പോൾ ലഹരി എന്ന് പറയുമ്പോഴായാലും അതിൽ അഡിക്ഷൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഏതൊരു അഡിക്ഷൻ ആയാലും അത് പ്രശ്നമാണ്. അപ്പോൾ അത് അഡിക്റ്റീവ് ആവാതെ നല്ല രീതിയിൽ പുസ്തകം എടുത്ത് അതിനുള്ള കാര്യങ്ങൾ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ അത് നല്ലതാണ്. നമ്മുടെ ഡെയിലി ലൈഫിനായാലും നമ്മുടെ പ്രൊഫഷണൽ ലൈഫിനായാലും നല്ല രീതിയിൽ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ ഏറ്റവും കൂടുതൽ നമ്മൾ ഫേസ് ചെയ്യുന്നൊരു പ്രശ്നമാണ് ഈ സിന്തറ്റിക് ആയിട്ടുള്ള ലഹരികളും അതുപോലെ തന്നെ ഈ കഞ്ചാവ് പോലുള്ള ലഹരികളായാലും. അപ്പോൾ അതിൽ നിന്ന് കുറേ കുട്ടികളെ അല്ലെങ്കിൽ തന്നെ അത് ഇപ്പോൾ വളർന്നു വരുന്ന പിള്ളേരെ അതിൽ നിന്ന് മാറ്റാനായിട്ട് ഇങ്ങനെയുള്ള വായനകൾ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം ഈ ലഹരിനെ കുറിച്ചിട്ടുള്ള എൻ്റെ ഒരു ചിന്താഗതി മാറ്റിയത് ഇതേപോലെ ഒരു പുസ്തകം തന്നെയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അത് ലഹരി ഉപയോഗിക്കാനുള്ള കാരണം ഞാൻ കുറച്ച് കൂടുതൽ പറയുന്നില്ല, അത് വിഷയമാക്കേണ്ടതാണ് എനിക്ക് തോന്നുന്നത്. പുതിയ തലമുറയെ നല്ല രീതിയിലേക്ക് വാർത്തെടുക്കുന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഇത്തരം പരിപാടികളൊക്കെ സ്കൂളുമായി ബന്ധപ്പെട്ടിട്ട് നടത്തി വരുന്നത്. അപ്പോൾ ഏതൊരു സാഹചര്യത്തിൽ വളർന്നാലും നമുക്ക് നല്ല രീതിയിലേക്ക് ഉയരാൻ സാധിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ നിന്ന് പഠിച്ചാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ഇപ്പോൾ APJ അബ്ദുൽ കലാമിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം ഒരു സാധാരണ ഒരു മത്സ്യത്തൊഴിലാളിയുടെ മകനായിരുന്നു. അദ്ദേഹം ഇന്ത്യയുടെ രാഷ്ട്രപതിയായി. അപ്പോൾ ഏതൊരു സാഹചര്യത്തിൽ കൂടി കടന്നു വന്നാലും നമുക്ക് ഉയരങ്ങളിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ നമ്മുടെ സാഹചര്യമൊന്നുമല്ല നമ്മുടെ ഒരു ലഹരിയിലേക്ക് അല്ലെങ്കിൽ മോശം പ്രവൃത്തിയിലേക്കൊക്കെ നയിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താവണം എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. അപ്പോൾ നമ്മുടെ തീരുമാനങ്ങൾ ഉചിതമായ തീരുമാനങ്ങളാണ്, അത് മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ആവരുത്. പ്രധാന അധ്യാപകൻ N. രാജു, സ്റ്റാഫ് സെക്രട്ടറി P. ദിനേഷ് കുമാർ, എക്സൈസ് ഓഫീസർ ഭുവനേശ്വരി ബിനു, അബ്ദുൾ വഹാബ്, ജിൻസി, ശൈലജ എന്നിവർ സംസാരിച്ചു. വിവിധ കേന്ദ്രങ്ങളിൽ പുസ്തകം വണ്ടിയെത്തി സ്കൂളിൽ സമാപിക്കുകയും ചെയ്തു. UTV ന്യൂസ്, പാലക്കാട്.